നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതും കേട്ടുള്ളതുമായ ഒരു സന്ദേശമാണ്. പക്ഷേ അതിലൊരു ഒരുപാട് മർമ്മങ്ങളുണ്ട്. നമുക്കത് വായിക്കാം, പ്രാർത്ഥിക്കാം. സങ്കീർത്തന പുസ്തകം 105-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുകയും യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെ അവന്റെ ബലത്തെ തിരകെ അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിക്കുകയും അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനാദീമേ സ്തോത്രം കർത്താവേ, വലിയവരായ ഞങ്ങൾ താഴ്ത്തിയേൽപ്പിക്കുന്നു. ആകാശം, ഭൂമി, അനന്തകോടി നക്ഷത്രങ്ങൾ, സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനും നല്ലവരും പരിശുദ്ധനും തിരുമായ ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ കൃപ, ദയ, സ്നേഹം, രക്തത്തിന് ശുദ്ധി, വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമില്ലാത്ത ഒരു വാക്കുകൾ ഉച്ചരിക്കുവാൻ അടിയന്താവിനെ അനുവദിക്കുന്ന താഴ്ത്തി പ്രാർത്ഥിക്കും. മഹത്വത്തിന് പ്രതീകമായ യേശു വൻ കാര്യങ്ങൾ ചെയ്യണം. മഹത്വം കർത്താവ് എടുക്കണം. താഴ്ത്തുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും നാം വായിച്ച ഒരു സങ്കീർത്തനമാണ്. പലരും അത് കാണാതെ പഠിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. എന്നാൽ 10 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആ 10 കാര്യങ്ങൾ വേഗത്തിൽ പറയുമ്പോൾ തന്നെ സമയം അത് പൂർണ്ണമാകും. അപ്പോൾ അതിൽ പറയപ്പെടുന്ന ഒന്നാമത് ഹല്ലേലൂയ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. 1, നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. എത്രത്തോളം സ്തോത്രം ചെയ്യാൻ കഴിയുമോ, എത്രത്തോളം, എന്നാൽ ആ എത്രത്തോളം നമുക്ക് അതിനൊരു സമയമോ അതിനൊരു എണ്ണമോ ഒന്നുമില്ല. എത്രത്തോളം ദൈവത്തിന് സ്തോത്രം ചെയ്യണം, അത്രത്തോളം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 2, തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആഞ്ഞടിക്കുമ്പോഴും നമ്മുടെ വിഷയങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥന അപേക്ഷ ദൈവകരങ്ങളിലേക്ക് കൊടുക്കണം. ഹല്ലേലൂയ. അത് 2ാമത്തെ കാര്യമാണ്. ഹല്ലേലൂയ. 1, സ്തോത്രം ചെയ്യണം. 2, ഹല്ലേലൂയ, ദൈവനാമത്തെ വിളിച്ച് അപേക്ഷിക്കണം. ഹല്ലേലൂയ സ്തോത്രം. 3, അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിക്കണം. ഹല്ലേലൂയ സ്തോത്രം. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അറിയിക്കുന്നതല്ല ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടം. പെന്തക്കോസ്തുകാരെ ഒത്തിരി അറിഞ്ഞവരാണ്. ഹല്ലേലൂയ, ജാതികളുടെ ഇടയിൽ അറിയിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ലഭ്യമാകുന്ന സമയത്ത് ഹല്ലേലൂയ സുവിശേഷം, ഹല്ലേലൂയ യേശുവിനെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരോട് പറയണം. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും യേശുവിനെ കുറിച്ച് അറിയാം. എങ്കിലും യേശു ചെയ്ത വിടുതലുകളെ കുറിച്ച് പറയണം. ഹല്ലേലൂയ സ്തോത്രം. യേശു എനിക്ക് നൽകിയ സൗഖ്യം, യേശു എനിക്ക് ചെയ്ത അത്ഭുതങ്ങൾ, യേശു എനിക്ക് ചെയ്ത പരിവർത്തനങ്ങൾ, യേശു എനിക്ക് നൽകുന്ന പ്രത്യാശ, യേശു എനിക്ക് നൽകുന്ന നിത്യത. ഹല്ലേലൂയ സ്തോത്രം. യേശു എനിക്ക് നൽകുന്ന നിത്യത എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ഹല്ലേലൂയ സ്തോത്രം. യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ, യേശു ചെയ്യുന്ന നിത്യത. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇത് ജാതികളോട് പറയുവാൻ നമുക്ക് മനസ്സുണ്ടാവണം, താല്പര്യമുണ്ടാവണം. ഞാൻ ട്രെയിനിലെ ഹല്ലേലൂയ സ്തോത്രം സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, വളരെ കുറിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയ എന്താ പറയുക, നമുക്കറിയാം അവർ ക്ഷേത്രത്തിലെ പൂജാരിയാണോ അങ്ങനെയൊക്കെ അറിയാം. ചിലപ്പോൾ സന്യാസിവരനാൾക്ക് ഞാൻ പോയി അടുത്തിരിക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിലെ അഭിഷേകം അവരിലെ അന്ധകാരത്തെ തകർക്കുന്ന രീതിയാക്കണമെന്ന് ആഗ്രഹം കൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ഭൂതത്തെ നമ്മൾ ആവാഹിക്കുന്നില്ല, മറിച്ച് നമ്മളിലെ അഭിഷേകം അവനെ തകർക്കണം. ഒരിക്കൽ ട്രെയിനിങ്ങിനെ സഞ്ചരിക്കുമ്പോഴേക്കും ബ്രഹ്മകുമാരീസിലെ കുറേ സ്ത്രീകൾ, ബ്രഹ്മകുമാരി സ്ത്രീകളുടെ ഞാനവിടെ സംസാരിച്ചു. അവർ ടിക്കറ്റ് റിസർവ് ചെയ്ത ആ സ്ഥലത്ത് നിന്ന് എണീറ്റ് പോകാനായിട്ട് ഇടവന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് കാര്യം പുറത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ സ്തോത്രം. പതുക്കെ അവർ മെല്ലെ എണീറ്റ് ടിക്കറ്റ് റിസർവ് ചെയ്തവർ അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് ഇടവന്നു. ഹല്ലേലൂയ സ്തോത്രം. കണ്ണൂർ ഒരു ഹല്ലേലൂയ സ്തോത്രം റെയിൽവേ സ്റ്റേഷൻ ഞാനിങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ടൊരു ഹല്ലേലൂയ സ്തോത്രം ഈ 7-അപ്പോ ബാങ്ക് എന്തോ മേടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്നു. തൊട്ടപ്പുറത്തൊരു അത്ര മാനസിക വിഭ്രാന്തിയുള്ളൊരു സ്ത്രീ നിൽക്കുന്ന പോലെ തോന്നി. ഹല്ലേലൂയ. ഞാൻ 2 വട്ടം നോക്കിയിട്ട് കടക്കാരന് പൈസ കൊടുത്ത് ഇവർ അലറാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. അലറാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പം എനിക്ക് മനസ്സിലായി. ആദ്യം മനസ്സിലായില്ല ഇവരെന്താണ് ഇങ്ങനെ അലറുന്നതെന്ന്. പിന്നെ കാര്യം മനസ്സിലായി. അപ്പം ഞാൻ ഇനി ഒരു രംഗം ഒക്കെ ഉണ്ടാക്കിണ്ടാകുന്നതിന് പതുക്കെ ആ റെയിൽവേ സ്റ്റേഷൻ മാറി അവിടുത്തെ ഒരു ഈ പറഞ്ഞ ആ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തുള്ള ഒരു ഇതിൽ സ്കാനിങ്ങിനെ ചേർന്നല്ല കമ്പിയോട് കൂടെ ഇരുന്നപ്പോഴേക്കും തൊട്ടടുത്ത ഹല്ലേലൂയ സ്തോത്രം അതും ഒരു ഭിക്ഷക്കാരനാണോ അതോ മറിച്ച് അവിടെ നിൽക്കുന്ന വേറെ ഇതാണോ എനിക്കറിയില്ല. എന്താ അയാൾ അലറാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി സംഭവം ഇത്
ദൈവികാഭിഷേകത്തിന്റെ ഒരു നിറവാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തുതി എന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ നാമം മറ്റുള്ളവരെ അറിയിക്കാൻ ലഭ്യമാക്കുന്ന ദൈവം തരുന്ന സമയങ്ങൾ വിനിയോഗിക്കണം. ഹല്ലേലൂയ. ലോകം ഹല്ലേലൂയ വളരെ തീക്ഷ്ണതയോടെ ഒരു നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വയനാട് ഒരു സെക്കൻഡോട് നഷ്ടപ്പെട്ടു പോയതുപോലെ ഹല്ലേലൂയ വയനാട് 2 ഗ്രാമപ്രദേശം ഒരു സെക്കൻഡ് കൊണ്ട് പ്രതീക്ഷ. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെയും ഒരുപാട് മലകളുണ്ട് അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ കരുണ കൊണ്ട് നാം ജീവിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് പറയപ്പെടുന്നു ഹല്ലേലൂയ സ്തോത്രം. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ. ദൈവത്തിന് വളരെയധികം ഇഷ്ടമുള്ള ഒന്നാണ് ദൈവിക കീർത്തനങ്ങൾ പാടുക. അതിരാവിലെ എണീറ്റ് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുന്ന ഒരു ഗീതം പാടിയാൽ ദൈവപ്രസാദം ഉണ്ടായിരിക്കും. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം നാം ഒരു പാട്ട് പാടിയിട്ടാണ് ഹല്ലേലൂയ ഉറങ്ങിയാൽ ഹല്ലേലൂയ യാതൊരു പാമ്പിന്റെ സ്വപ്നവും കാണത്തില്ല. ഹല്ലേലൂയ പുലിയുടെ സ്വപ്നം കാണത്തില്ല. ഹല്ലേലൂയ ശാന്തമായി ഉറങ്ങുവാൻ ദൈവകൃപ നൽകും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പ്രഭാതത്തിൽ നാം എണീക്കുമ്പോഴും ഹല്ലേലൂയ രാത്രിയുടെ യാമത്തിൽ നാം ഉറങ്ങാൻ കിടക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നല്ലൊരു പാട്ട് പാടിയാൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ മറ്റുള്ളവർ പറയും ശബ്ദം കുറച്ച് പാടാൻ പറയുമായിരിക്കാം. ആയിക്കോട്ടെ. ഹല്ലേലൂയ നിങ്ങൾ പാടിയാൽ ദൈവപ്രസാദം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വ ബോധമാണ്. ഹല്ലേലൂയ ദൈവത്തിന് നാം പാടണം. നമുക്ക് ചിലപ്പോൾ നന്നായി പാടാൻ കഴിവില്ലായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിനുള്ള അർത്ഥങ്ങളൊന്നും അല്ലെങ്കിൽ ആയിരിക്കാം, പലവിധമായ കുറവുകൾ കാണും. എങ്കിലും അതൊന്നും ദൈവത്തിന്റെ ഹല്ലേലൂയ വിഷയമല്ല. നാം ഹല്ലേലൂയ ദൈവിക കീർത്തനങ്ങൾ പാടി ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ച് കിടക്കണം. ഹല്ലേലൂയ സ്തോത്രം. സ്വന്തമായി പാട്ട് എഴുതാൻ കഴിവുള്ളവരാണെങ്കിൽ കൃപയാൽ ഹല്ലേലൂയ പാട്ടുകൾ എഴുതണം. അനേക ദൈവദാസന്മാർ എഴുതിയ പാട്ടുകളും കീർത്തനങ്ങളുമാണ് ഹല്ലേലൂയ നാമവിടെ പാടി ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ച് ആരാധന മഹത്വം. അങ്ങനെയാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് പാടുവാനും ദൈവിക കീർത്തനങ്ങൾ രചിക്കുവാനും നാം സമയം കണ്ടെത്തണം. ഹല്ലേലൂയ സ്തോത്രം. ഒരു പ്രത്യേക ടൂളിലൂടെ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലൂടെ ഹല്ലേലൂയ നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ ദൈവം ഹല്ലേലൂയ തരുന്ന നിമിഷങ്ങൾ അത് വിനിയോഗിക്കണം. ഹല്ലേലൂയ സ്തോത്രം. സ്വന്തമായിട്ട് ഹല്ലേലൂയ സ്തോത്രം പാട്ട് എഴുതിയവരുണ്ടോ? മീൻസ് ഇവിടെ ഇരിക്കുന്നവരല്ല, പാസ്റ്റർ മിക്കാറുണ്ടാവും തോന്നുന്നു. അതിൻ്റെ ഉണ്ടാവും. സ്വന്തമായിട്ട് ഇതുവരെ എഴുതിയിട്ടില്ല. ദൈവമേ ആ കൃപ അവർക്ക് നൽകണം. ഹല്ലേലൂയ സ്തോത്രം. സ്വന്തമായിട്ട് പാട്ട് എഴുതുവാൻ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ബാലചന്ദ്ര മേനോന്റെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ടിവിയിലൂടെ കേട്ടപ്പോൾ ഒരു പാട്ട് ഒരു എന്താ പറയാ ഒരു പഴയ കാലമാണ് 80 ഒരു സിനിമാ പാട്ട് ഇങ്ങനെ സ്വാധീനിച്ചു. ഞാൻ പെട്ടെന്ന് ഈ സിനിമ പെട്ടെന്ന് കയറി ഇതായി മനസ്സിലെങ്ങനെ ഇത് ഞാൻ പറയും ചുമ്മാ അത് മനസ്സിലിട്ട് തലോലിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ആ വാക്കിനെ എടുത്തിട്ട് പതുക്കെ ആ ഭാഗത്ത് രക്തം എന്ന് ഉപയോഗിച്ചു. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ രക്തം ഉപയോഗിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞാൻ നോക്കി സിനിമാ പാട്ടുകളുടെ ട്യൂണെടുത്ത് പല ദേവദാസന്മാർ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. പണ്ട് എല്ലാവരും ചൊല്ലിടുന്ന പാട്ട് 1954 ആ പാട്ടാണ്. എല്ലാവരും പോകണം ഈ മണ്ണായ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ പാട്ടിനേക്കാൾ ഹിറ്റാണ് ഈ പാട്ട്. എവിടെ പോയാലും ഈ പാട്ട് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടു. എല്ലാവരും എല്ലാവരും പൊത്തി വേണ്ട ആ സിനിമ കണ്ടിട്ട് അത് സ്വാധീനിച്ചപ്പോൾ എല്ലാവരും ചെറുത് മാറ്റി എല്ലാവരും പോകണമെന്നാക്കി. ഹല്ലേലൂയ. ഇന്ന് എല്ലാവരും പോകണം, എല്ലാവരും കൂടി മണ്ണായ മാവിട്ട് എന്ന് പറഞ്ഞ പാട്ട് ശബ്ദം മാസ്റ്റർക്ക് പോയ ശബ്ദം ഇപ്പോൾ ഭയങ്കര 1K 2K ആൾക്കാരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു സ്വാധീനം വന്നപ്പോഴേക്കും ഞാൻ പതുക്കെ അതിൻ്റെ ആ പ്രയോഗം അതിൽ സ്വപ്നം എന്നുള്ള വാക്കാണ്. അപ്പോൾ അത് പണ്ട് കേട്ട പാട്ട് ഒരു നൊസ്റ്റാൾജിക് സോങ് ആയതുകൊണ്ട് പതുക്കെ ഞാൻ അതിനെ രക്തം എന്ന് മാറ്റി. ഒരു 3 വട്ടം ആ സ്വപ്നം എന്ന പദത്തെ രക്തം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ അംശപ്പെടും മനോഹരമായ ഒരു പാട്ടിൻ്റെ ലെവലിലേക്ക് അത് മാറ്റി. ഹല്ലേലൂയ സ്തോത്രം. ആദ്യത്തെ 1-2 അതിൻ്റെ ഒരു ഈണം വന്നു വന്നേയുള്ളൂ. അത് ചിലപ്പോൾ അറിയാവുന്നവർക്ക് ചില മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം. പിന്നെ അതിൻ്റെ വരികളിങ്ങനെ നമ്മളിങ്ങനെ നാക്ക് അതിന് വഴങ്ങി കൊടുത്തപ്പോഴേക്കും അതിമനോഹരമായ രീതിയിൽ ദൈവം ബാക്കിയുള്ള പദപ്രയോഗങ്ങൾ തന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിങ്ങനെയാണ് ഹല്ലേലൂയ സ്തോത്രം. സുലഭപ്പെട്ടല്ല ഇപ്പോഴത്തെ രക്തമാണ്. രക്തം യേശുവിൻ രക്തം 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 നിനക്കായി ചിന്തിയ രക്തം നീതിമാൻ യേശുവിൻ രക്തം നിനക്കായി ചിന്തിയ രക്തം നീതിമാൻ യേശു
യേശുവിൻ രക്തം, പാപം കഴുകിയ രക്തം, പരിശുദ്ധ ദൈവത്തിൻ രക്തം, പാപം കഴുകിയ രക്തം, പരിശുദ്ധ ദൈവത്തിൻ രക്തം, രക്തം യേശുവിൻ രക്തം, രക്തം രക്തം രക്തം, ജീവന്റെ ഉറവിടം രക്തം, ജീവനായകന്റെ രക്തം, ജീവന്റെ ഉറവിടം രക്തം, ജീവനായകന്റെ രക്തം, ശാപം തകർത്തോരു രക്തം, സൽഗുണപൂർണ്ണന്റെ രക്തം, ശാപം തകർത്തോരു രക്തം, സൽഗുണപൂർണ്ണന്റെ രക്തം, രക്തം യേശുവിൻ രക്തം, രക്തം രക്തം രക്തം. ഹല്ലേലൂയ. മറ്റു പാട്ട് എവിടെയോ മാഞ്ഞുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ഓർമ്മയുടെ കൃതാർത്ഥത്തിൽ ആ പാട്ട് മങ്ങിപ്പോയി. ഇവിടെ രക്തം, യേശുവിന്റെ രക്തത്തിന്റെ പ്രസക്തിയും അതിന്റെ ഹല്ലേലൂയ ബാക്കിയുള്ള വാക്കുകളും ഒക്കെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിന് നൽകുവാനുള്ളത്. ഹല്ലേലൂയ ഈ പറഞ്ഞത് ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ഹല്ലേലൂയ പാടുവാൻ ശ്രമിച്ചാൽ, എഴുതുവാൻ ശ്രമിച്ചാൽ ഹല്ലേലൂയ ദൈവം ഇങ്ങനെ വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പണ്ട് ഞങ്ങനെ തമാശയല്ല, ഒരിക്കൽ എൻ്റെ മോൻ ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ബൈബിളിലെ ഒന്ന് രണ്ട് വാക്കുകൾ ഇങ്ങനെ ഒരു വാക്കുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പാട്ട് അവൻ തന്നെത്താൻ ഇങ്ങനെ എന്തോ ദൈവത്തോട് മത്സരിച്ചപ്പോൾ എന്താ മറന്നുപോയി ഞാൻ വായിപ്പെട്ടത് അറിയാം. അതായത് ഒരു മത്സരം ദാവീദും ഇതിന്റെ യാക്കോബ് അങ്ങനത്തെ ഒരു പദം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇത്തരം ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൽ ലഭ്യമാകുന്ന സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ ലഭ്യമാകുന്ന ആ വാക്കുകൾ കൂട്ടിക്കലർത്തുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ രാത്രിയുടെ ഉറക്കത്തിലും ഹല്ലേലൂയ സ്തോത്രം ഒക്കെ ഇത് സ്വാധീനം ചെലുത്താനാണ് വരും. ഈ സ്വാധീനം ചെലുത്തുമ്പോൾ രാവിലെകളിൽ ഹല്ലേലൂയ നമുക്ക് ചിലപ്പോൾ ദൈവം നമ്മുടെ നാവിൽ ചില വരികൾ തരും. ആ വരികൾ കുറിക്കപ്പെടുകയാണെങ്കിൽ അതിമനോഹരമായ ഗാനങ്ങളായിരിക്കും ജനിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവത്തിന് പാടുവിൻ, ദൈവത്തിനെ കീർത്തനം ചെയ്യുവിൻ. ഹല്ലേലൂയ. അടുത്തത് അവന്റെ സകല അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിപ്പിൻ. നാം സംസാരിക്കേണ്ടത് ദൈവത്തിന്റെ സകല അത്ഭുതങ്ങളെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഒരു ദിവസം നാം സംസാരിക്കുമ്പോൾ ദൈവം ചെയ്ത മഹാത്ഭുതങ്ങളെ കുറിച്ച് നാം സംസാരിച്ചിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ സംസാരിക്കണം. ഹല്ലേലൂയ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വരുന്ന വഴിക്ക് ഭയങ്കര തടസ്സം, എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ എത്തിച്ചേർന്നു. ആ ദൈവത്തിന്റെ അത്ഭുതമാണ്. ഹല്ലേലൂയ. അപ്പോൾ നാം പറയുന്ന വാക്കുകളിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പ്രശംസിച്ച് പറയുവാൻ നാം ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയൊരു വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. സാമ്പത്തികമായ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. മാനസികമായ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ആത്മീയമായ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, മഹത്വപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ദിനം തോറും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. അല്ലെങ്കിൽ സ്വയം ഹല്ലേലൂയ ഒരു വട്ടറ പോലെയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഒരു മുറിക്കുള്ളിൽ കിടന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവം അത്ഭുതം ചെയ്തു, ദൈവം കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ദൈവപ്രവൃത്തിയുടെ ഹല്ലേലൂയ സ്തോത്രം ആഴം വെളിപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ പിശാച് വരണ്ടു പോകും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ പിശാച് ഹല്ലേലൂയ സ്തോത്രം വരണ്ടു പോകുന്ന അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത് അവന്റെ വിശുദ്ധ നാമത്തിൽ നാം പ്രശംസിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ വാക്കുകളിലല്ല നാം പ്രശംസിക്കേണ്ടത്. ഹല്ലേലൂയ നാം കേൾക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ഹല്ലേലൂയ പറയപ്പെടുന്ന ഹല്ലേലൂയ മന്ത്രിമാരുടെയോ ഹല്ലേലൂയ ഉന്നതന്മാരുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ പ്രധാനമന്ത്രി നന്നായിട്ട് പറഞ്ഞു, എന്തൊരു പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ എന്തൊരു ഹല്ലേലൂയ മുഖ്യമന്ത്രിയാണ്, അങ്ങനെ ഹല്ലേലൂയ അവരെയൊന്നും അല്ല പുകഴ്ത്തി പറയേണ്ടത്, നമ്മുടെ യേശുവിനെയാണ് പുകഴ്ത്തി പറയുന്നത്. പ്രശംസിക്കണമെങ്കിൽ ബൈബിളിനെ കുറിച്ച് പ്രശംസിച്ച് പറയണം. ഹല്ലേലൂയ. വേദപുസ്തകത്തെ കുറിച്ച് പ്രശംസിച്ച് പറയണം. ബൈബിൾ വചനങ്ങളെ കുറിച്ച് പറയണം. ഹല്ലേലൂയ സ്തോത്രം. കടൽ പോലെ അഗാധമായതാണ് ബൈബിൾ. ഹല്ലേലൂയ.
അതിൽ നിന്ന് ലഭ്യമാകുന്ന ഓരോ വചനങ്ങളും നിധികളാണ്. ഹല്ലേലൂയ. അതിൽ നിന്ന് തിരയുവാൻ ശ്രമിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. ഓരോ വചനങ്ങളും ഹല്ലേലൂയ ചെയ്യുന്ന അത്ഭുതങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയാണ്. ഓരോ വ്യക്തികൾക്കും അത് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും. ഹല്ലേലൂയ. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് പറഞ്ഞ ഒറ്റ വചനം മതി അപകടമെന്നൊരു സംഭവം വരത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഒരൊറ്റ വാക്യം പറഞ്ഞ് നിന്റെ വാഹനത്തെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും, ദൈവിക ദൂതന്മാർക്ക് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യരും നിന്റെ നേരെയൊക്കെ ഇല്ല എന്നൊരു വാക്യം പറയുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ഹല്ലേലൂയ സ്തോത്രം അന്ധകാര ശക്തി ആവാഹിക്കുന്ന മന്ത്രവാദിയോ നിന്റെ നേരെ നിൽക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ബ്രഹ്മകുമാരീസിലുള്ളവർ അവർ റിസർവ് ചെയ്ത ടിക്കറ്റ് ഇട്ട് പോലും അവരുടെ മാറിയത് ഈ വചനത്തിന്റെ ആഴമാർന്ന ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും എത്രയെത്ര വചനങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. യഹോവ എന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ നിരന്തരം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഡോക്ടർ സൗഖ്യമാക്കി എന്ന് പറയത്തില്ല. ആ കൈപുണ്യമുള്ള ഡോക്ടറാണ്, ആ ഡോക്ടർ അടുത്ത് പോയപ്പോഴാണ് ഞാൻ സൗഖ്യമാക്കി എന്നൊരു വാക്ക് നീ പറയില്ല. മറിച്ച് നീ പറയും എന്റെ യേശുവിനെ സൗഖ്യമാക്കി, എന്റെ യേശുവിനാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ജ്ഞാനം നൽകി എന്ന് പറയും. ജ്ഞാനമില്ലാത്ത വ്യക്തിയാണോ നിനക്ക് ദൈവം ജ്ഞാനം നൽകി എന്ന് പറയും. ഹല്ലേലൂയ. ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ് ഹല്ലേലൂയ പോസിറ്റീവ് തോട്ട്സായ വചനങ്ങൾ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവം ഒരു നാളും കൈവിടില്ലെന്നും ഉപേക്ഷിക്കുമെന്നും ഉറപ്പോടെ നീ സംസാരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രിയപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ആന്റിയുടെ അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഹല്ലേലൂയ സ്വഭാവത്തിൽ അവർ പറഞ്ഞു എന്റെ ഈ അവസ്ഥയിലും ദൈവം എന്നെ സൂക്ഷിക്കുന്നില്ലേ, ഒരു രോഗം വരുത്താതെ. അപ്പോൾ അവർക്ക് വയസ്സ് 76 കണ്ട 65 പോലും തോന്നിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഈ വയസ്സിൽ ദൈവം സൂക്ഷിക്കുന്നു. മക്കളും മരുമക്കളും ഞാൻ ചോദിച്ചു അവരുടെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒരു അങ്ങനെ ചോദിച്ചിട്ടില്ല, ആദ്യമായിട്ട് ചോദിക്കുന്നത്. അവരുടെ ശൈശവ പ്രായം 23-ാമത്തെ വയസ്സിൽ അവർ ഗർഭിണിയായിരിക്കും മരിച്ചുപോയി. ഹല്ലേലൂയ. ആ സമയം തൊട്ട് ഇതുവരെയും ഹല്ലേലൂയ അവരെ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് അവർ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഉപേക്ഷിക്കാത്തൊരു ദൈവത്തെ അവർ പ്രശംസിച്ച് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിക്കണം. അടുത്ത് അത് പറഞ്ഞു. അടുത്ത് യഹോവയെ അന്വേഷിക്കുന്ന ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെ അന്വേഷിക്കണം. യഹോവയെ അന്വേഷിക്കുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ സ്തോത്രം. യഹോവയെ അന്വേഷിക്കുന്നത് ദൈവിക നാമ ഹല്ലേലൂയ മഹത്വത്തിലേക്ക് വേണ്ടി ഹല്ലേലൂയ ആലയത്തിലേക്ക് കടന്നു വരണം, പ്രാർത്ഥനയിൽ കടന്നു വരണം, ഉപവാസ പ്രാർത്ഥന കടന്നു വരണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവം തരുന്ന സമയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അന്വേഷിക്കാം, ഉപവാസത്തിലൂടെ ഉപവാസ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അന്വേഷിക്കാം. ഹല്ലേലൂയ ആരാധനകൾ ദൈവത്തെ അന്വേഷിക്കാം. ബൈബിൾ വായനയിലൂടെയും ബൈബിൾ ധ്യാന ചിന്തകളിലൂടെയും നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. ആമോസ് വിളിച്ചു പറയുന്നു യഹോവയെ അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. എന്തിനാണ് പറയുന്നത്? ഹല്ലേലൂയ ഒരു വലിയ ദുരന്തം വരാനിടക്കുണ്ട്. ആ ദുരന്തത്തിൽ നീ അകപ്പെടാതിരിക്കാൻ ഹല്ലേലൂയ കർത്താവിനെ അന്വേഷിപ്പിൻ. അപ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥനകളെ വൃഥാ ഹല്ലേലൂയ കളയരുത്. ഹല്ലേലൂയ വിശുദ്ധ ദിവസമായ ഞായറാഴ്ച മാത്രമല്ല ദൈവത്തെ ആരാധിക്കാൻ ലഭ്യമാകുന്ന എല്ലാ ആരാധനകളിലും പങ്കെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ നാം സമയം കണ്ടെത്തണം. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുവാനൊരു താല്പര്യമുണ്ടാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത് യഹോവയെയും അവന്റെ ബലത്തെയും തിരവിൽ. സ്തോത്രം. യഹോവയെയും അവന്റെ ബലത്തെയും തിരവിൽ. 6:10 പറയുന്നു ഒടുവിൽ കർത്താവിനും അവന്റെ ആമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ യഹോവയെയും അവന്റെ ബലത്തെയും തിരവിൽ. നാം ദൈവത്തിന്റെ ബലത്തെ കുറിച്ച് പ്രശംസിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ദൈവത്തിന് നമ്മെ വിടുവിക്കുവാൻ കഴിയും. എന്റെ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും. ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം കാണിരിക്കുന്നത്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. എപ്പോഴും ദൈവത്തെ തിരിയുവാനും ദൈവത്തിന്റെ ബലത്തെ പ്രശംസിക്കുവാനും നാം ശ്രമിക്കണം. ഹല്ലേലൂയ. അവസാനത്തെ 2 കാര്യങ്ങളോട് വായിക്കാം. അവന്റെ മുഖത്തെ
ഇടവിടാതെ അന്വേഷിക്കണം. നേരത്തെയും അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പറയുന്നത് അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കണം. ഹല്ലേലൂയ. ഇടവിടാതെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആകുലത വന്നാലും പ്രയാസം വന്നാലും പ്രതികൂലം അടിച്ചാലും പിശാചി വീടിന്റെ മുന്നിൽ വന്നു നിന്നാലും ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തെ അകവഴിഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയ്ക്ക് വരാൻ നിൽക്കുമ്പോഴായിരിക്കും ഹല്ലേലൂയ ഒരു മഴ വരുന്നത്. അയ്യോ മഴ വന്നു, ഇന്നിനി ആരാധനയ്ക്ക് പോണ്ട. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വരാൻ നിൽക്കുമ്പോഴായിരിക്കും ആ വണ്ടിയുടെ ടയർ കാറ്റ് കുറഞ്ഞു, അയ്യോ ഇത് വേണ്ട, ഇനിയിപ്പോൾ ഒരു അപശകുനമാണ്, ഇനി പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. പണ്ട് ഏറെക്കുറെ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിജയവാസത്തിന്റെ അവിടുത്തെ ഒരു ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ ഞാൻ വലിയ കാലത്ത് എനിക്കാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ തീവ്രപ്പെട്ട് അങ്ങോട്ട് പോകാൻ തയ്യാറായപ്പോഴേക്കും വണ്ടിയുടെ ഇത് പോയി, എന്താ പറയുക, ടയർ പഞ്ചറായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം. അപ്പോൾ ഞാനെന്ത് ചെയ്തറിയാം, ഓട്ടോ വിളിക്കാനായിട്ട് കാത്തിരുന്നു. ഓട്ടോക്കാർ 2-3 മണി. ഞായറാഴ്ച ദിവസം ഈ ഓട്ടോക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലാം കള്ളോടി അത് പാടാം. രാവിലെ തുടങ്ങും. ഞാൻ ചെയ്ത് അടുത്തപ്പം തിരിച്ച് വരാനുള്ള ഒരു മനോഭാവം എനിക്ക് വീണ്ടും തോന്നി. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ വീട്ടിൽ നിന്നില്ല. അന്ന് കൊറോണ കൂടെ സമയമായിരുന്നു. ആ സ്തോത്രം, ഞാൻ ഓടാൻ തുടങ്ങി. ഓടി ഇറച്ചി നേരെ ആലയത്തിൽ കണ്ടെത്തി. ഹല്ലേലൂയ. അന്ന് അവിടെ പോയത് കൊണ്ട് ഹല്ലേലൂയ അവിടെ 1-2 പേർക്ക് ശക്തമായ അഭിഷേകം പ്രാപിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പോകാതിരുന്നെങ്കിലോ ഹല്ലേലൂയ. അപ്പോൾ തടസ്സങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രതിബന്ധങ്ങൾ വരും, ശത്രുവിന്റെ ചില പദ്ധതികൾ വരും. ചിലപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആരിലൂടെയും പ്രശ്നങ്ങൾ വരും. ഒരിക്കൽ ഞാൻ ഇതുപോലെ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് നമ്മുടെ ഒരു ദേവദാസൻ വിഴിഞ്ഞത്തുള്ള ചുമരയുള്ള ഒരു ദേവദാസനുണ്ട്, പേര് ബിനു എന്നാണ്. അദ്ദേഹത്തിന്റെ ഞായറാഴ്ച വൈകുന്നേരം ഒരു ആരാധനയുണ്ട്. അപ്പോൾ പറയും, ബ്രദറെ ഞാൻ വരണം, ഞായറാഴ്ച വരാം. വലിയ കാര്യത്തിൽ പോകാനായിട്ട് നമ്മളേക്കും ഞാൻ ബാത്റൂമിൽ കയറി ഞാൻ ഫ്രഷ് ആയിട്ട് തിരിച്ചു ഒറ്റ കാലിങ്ങനെ ചാർക്കി ഒരു ഇതായി. അപ്പോൾ ഞാൻ അല്ലാണ്ട് അത് നന്നായിട്ട് വീണു, മുട്ടൊക്കെ നന്നായി ഇടിച്ചപ്പോഴേക്കും അപ്പം ഞാൻ അപ്പോഴേക്കും നമ്മുടെ പാസ്റ്റർ വിളിച്ചു, വിജയവാസ് വിളിച്ചു. പക്ഷേ എവിടെ പോകണം, എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്. ഞാനൊരു ആരാധനയ്ക്ക് പോകണം. അല്ല നീ ഇന്ന് പോകണ്ട കേട്ടോ. ഏത് ബസ്സേ? അല്ല നീ പോകണ്ട. ബസ്സേ? അല്ല നീ പോകണ്ട. അങ്ങനെ പുള്ളി ഉടനെ പോകണ്ട. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഇങ്ങനെ എന്തൊരു അപകടം ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും ഇത് കാല് വന്ന് വീണു. ഞാൻ കാലിന് തലയൊന്നും ഇടിച്ചിട്ട് ചെറുതായിട്ട് മുട്ട് സംഭവിച്ചു. ഓക്കെ ശരിയാണ്. എന്നാലും പാസ്റ്റർ അങ്ങനെ പറയുകയും ചെയ്തിരുന്നു. എന്നാലും പാസ്റ്റർ എന്തായാലും ഒരു കാര്യം പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, ശരി പ്രാർത്ഥിക്കാം. അല്പനേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് പോകാനായിട്ട് വന്നപ്പോഴേക്കും സ്കൂട്ടർ കറക്റ്റായിട്ട് അപ്പോഴും തകർന്നു. ഞാൻ നേരെ ഓട്ടോ സ്ഥലത്ത് ഇത് നെല്ലിമൂടിന് അപ്പുറത്ത് പോകണം. അവിടെ പോകണമെന്ന് പറയുമ്പോഴേക്കും ഓട്ടോക്കാർ വെച്ച് എങ്ങനെ ഞാൻ പറഞ്ഞത് 300 രൂപയാവും. ഞാൻ ആ ദേവദാസന് ബസ്സേ വരാൻ ചെറിയ തടസ്സമുണ്ട്. ഒന്ന് എൻ്റെ സ്കൂട്ടർ പോയി കിട്ടുന്നില്ല, 2 പൈസ ഇത്തിരി എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്. ബ്രദറെ നിങ്ങൾ നെല്ലിമൂട് വന്നാൽ ബാക്കി എൻ്റെ മോൻ അവിടെ എത്തിക്കാം. അപ്പം ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ കരണ്ടേ ഉള്ള പൈസ തരാം, ഒന്ന് നെല്ലിമൂട് എത്തിച്ചാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ ഓട്ടോ 200 രൂപയുടെ ഓട്ടോയെ പിടിച്ച് നെല്ലിമൂട് എത്തി. ആ പുള്ളി അത് ഭയങ്കര രസമാണ്. ഹല്ലേലൂയ. അങ്ങനെ പാസ്റ്റർ പറഞ്ഞ സമയമായിരുന്നു. അവിടെ ഓടിച്ചെന്നപ്പോഴെങ്കിൽ അവിടെ നോക്കി ഒറ്റ ആളില്ല. വൈകുന്നേരം ആരാധന എന്ന് പറഞ്ഞു ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഇതുപോലൊരു വീടുണ്ട് അവിടെ. ശരിക്കും പറഞ്ഞാൽ അവർ ആദ്യം ഒന്ന് മാർക്കിട്ടിട്ട് ശേഷം ദേവദാസ കൊള്ളാമെങ്കിൽ ആൾ വരും. ആ ലെവലിലേക്ക് നോക്കിയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, പാസ്റ്റർ അതുകൊണ്ട് വരും, നിങ്ങൾ എന്തായാലും നമുക്ക് തുടങ്ങാം എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ആളുകൾ ഓരോ തന്നെ ഇടയ്ക്കാൻ കയറുന്നു. ആളുകൾ കസേരകളെല്ലാം നിറയുന്നു. അങ്ങനെ എപ്പോഴേക്കും ആരാധന ഒരു വേറെ ലെവലിലേക്ക് കയറി ആളെല്ലാം വന്നു. ഇവിടെ അങ്ങനെയാണ്, നമുക്ക് തുടങ്ങിയ ആൾക്കാർ വരുന്നു. പക്ഷേ ഈ വീടിനകത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒളിച്ചിരിക്കുന്ന പോലെ അവരിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഭയങ്കരമായ ഒരു അത്ഭുത പ്രവൃത്തി നടന്നു. ഈ ആലയത്തെക്കുറിച്ചും കുറേ ആചാരങ്ങളുടെ ഇതൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാസ്റ്ററിന്റെ ഭാര്യ അങ്ങനെ അവിടെ നിന്നിട്ട് അവിടെ പറഞ്ഞ് അന്യഭാഷയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവരാടാൻ തുടങ്ങി. അവർ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. ബ്രദറെ നിങ്ങൾ എന്തായാലും വന്നത് നന്നായി, നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവദാസിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. 1, എനിക്ക് ഈ ചർച്ച രക്ഷപ്പെടുന്നില്ല. 2, അതൊക്കെ ഈ ബൈബിളിൽ വന്നു. ഈ പറയുന്നതിൽ ദൈവജനം പറയുന്നില്ല. അതിനിടയിൽ എൻ്റെ ഭവനം ഇപ്പോഴും ഇങ്ങനെ കിടക്കണം. അവസാനം ഭയങ്കര അത്ഭുതം സംഭവിച്ചു. അന്നത്തെ ആ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ അന്നത്തെ ദൈവിക ദൂതിലൂടെ
ഭയങ്കരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച്, അല്ലെങ്കിൽ റൈസൻ തോമസിൻ്റെയും കൂടെ ശ്രമഫലമായിട്ട് വലിയൊരു ചർച്ച അവിടെ കടന്നു വന്നു. ആ വീട് പണി തീർന്നു നല്ല മനോഹരമായ ഒരു വീടാക്കി മാറ്റാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ തടസ്സം വന്നത് കണ്ട് അല്ലെങ്കിൽ പാസ്റ്ററെ പറഞ്ഞു നീ പോണ്ട, പക്ഷെ അതൊക്കെ പ്രതികൂലം വന്നു. പക്ഷേ അവിടെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ ഒരു വലിയ വിടുതൽ നടക്കുവാൻ അവിടെ റെയ്നാഡ് ബോംബെ എന്ന് വരേണ്ട കാര്യമില്ല, ഈ വഴുതൂരിൽ ഒരാളാന്ന് പ്രാർത്ഥിച്ചാലും മതി എന്നൊരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉള്ളത് കൊണ്ട് ആ തടസ്സങ്ങൾ അവഗണിച്ച് പോകാൻ മനസ്സ് നമുക്ക് വരികയും ദൈവം അത് പ്രവർത്തിക്കുകയും ചെയ്തു. ഹല്ലേലൂയ.